അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും.
എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാമെന്ന് പറയുന്നവരുണ്ട്. ഈശോയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് കർത്താവേ. അങ്ങേക്ക് ആ കൃപയിൽ അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗമോ അതിനുള്ള പോംവഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ അങ്ങയുടെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന ചെയ്ത കർത്താവിൻ്റെ ദൂത് നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നും നിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാ സർവ്വീശ്വരനെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായി പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. ഒക്കെ കണ്ട് കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അതാണ് കുളിച്ച പന്നി ചെളിയിൽ കിടന്നുരുളെന്ന് പറഞ്ഞത്. 2:22 എടുത്തേ. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഒരു വീട്ടില് പുതാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്വമല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ. അപ്പം അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണ് പോകരുതെന്ന്. 1 കൊരിന്ത്യർ 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത്. സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത്. ഇപ്പൊ സങ്കീർത്തനം 73:18 എടുത്തേ. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. വീണത് നിങ്ങൾ ഓർക്കണത് അവരുടെ കേമത്വം കൊണ്ട് വീണതല്ല, ദൈവം തള്ളിയിട്ടതാണെന്ന്. പിടിയിടിയാ ഓരോ അണ്ണന്മാർ വീണുന്നില്ലേ? വീണിന് മോന്തയും മുഞ്ഞിയൊക്കെ പോണില്ലേ? ഇല്ലേ? പല അബോർഷൻസും പല പ്രീമാരിറ്റൽ സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണം. കേമത്വമല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന്. എന്താ കാര്യം? പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ. അപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കണത്. അങ്ങനെ സന്നിധിയിൽ നിന്ന് എന്നെ
തള്ളിക്കളയരുത് എന്ന്. സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്, തിരികെ എടുക്കരുത്. അപ്പോൾ ഈ രണ്ട് കാര്യം ദൈവം ചെയ്യണ കാര്യങ്ങളാണ്. ഒന്ന്, പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും. രണ്ടാമത്തെ എന്താണ്? കൊടുത്ത ആത്മാവിനെ തിരിച്ചെടുക്കും. കടുത്താണ് അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്, കിട്ടിയ കാര്യമില്ലാത്ത. ഇത് രണ്ടും ദാവീദിന് അറിയാവുന്ന കൊണ്ടാണ് ദാവീദ് കണ്ണീരോടെ പറയുന്നത്, കടുത്ത് എന്നെ അബദ്ധം പറ്റിപ്പോയി, എന്നെ തള്ളിക്കളയരുതെന്ന്. ഇതൊന്നും കേമത്വമല്ല, അബദ്ധമാണെന്ന്. കേമത്വമല്ല, അബദ്ധമാണെന്നാണ് പറയണത്. ഉറിയാനെ കൊന്നത് കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി. ബർശിബയെ പ്രാപിച്ച കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും, എന്നെ തള്ളിക്കളയരുത് എന്ന് പറയും. അതാണ് അനുതാപം എന്ന് പറയണത്. അനുതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും. അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നീയും കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം കുടുംബം ചേർത്താ പറയണതേ. ഇപ്പം ശാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത്. കുടുംബം രക്ഷ പ്രാപിക്കുമെങ്കിൽ തന്നെയും ശാപവും അതുപോലെ വരുമല്ല. ഒരുത്തൻ കയറി എന്തെങ്കിലും ദൈവത്തിന് ഇറക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ, അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ട് വീട്ടിലെ ചിലവ് നടത്തുന്ന കാരണം അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും, അവൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പലയിടത്തും തിന്മകൾ സംഭവിക്കണം. അങ്ങനെയല്ലേ? ഒരുത്തരം കയറി അവിടുത്തെ വേലക്കാരന് വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പോക്കൃത്തരം കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവന് ചിലവ് കൊടുക്കത്തില്ല വീട്ടിലെ. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങളും അതിൻ്റെ കൂടെ വഴിത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാവും. അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട്. ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കാലാകാലം കണ്ട അധർമ്മം മാത്രം പെരുകി രോഗാതുരമായിട്ടുള്ള ഗുണങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കണത്. ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ? ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഉണർവോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ പനി ബാധിക്കും. അപ്പോൾ നിസ്സാരമല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല, പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ തിന്മയുടെ ഒത്തുതീർപ്പെടുകയും അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും. അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കട്ടെന്ന് ദൈവം കരുതണത്. യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം. അതുകൊണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടാണ്. കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വിധേയമാണ്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ലാത്തതാണ്. അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ, നീ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന്. നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൻ ഞാൻ ചുരുക്കുകയാണ്. ഒരാളായാലും മതി, അതിനൊരാളായാലും മതി. നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം. നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രഞ്ജു.
ഞാൻ പിറവം ഹോളി കിങ്സ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 30 ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം. ഞാൻ ഈ ഓൺലൈൻ വഴി ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ കാണുമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇസ്രായേലിലായിരുന്നു 6.5 വർഷം. അപ്പോൾ ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് ഈ ഓൺലൈൻ വഴി ഇങ്ങനെ പ്രാർത്ഥന കാണുമെങ്കിലും സംബന്ധിക്കുമെങ്കിലും കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ചിലപ്പോൾ പേഷ്യൻ്റ് വിളിക്കും, അന്നേരം പോകണം, പിന്നെ അത് സ്കിപ്പായി പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ 6 നിയോഗങ്ങൾ ഞാനിവിടെ സമർപ്പിച്ചു മാതാവിൻ്റെ മുന്നിൽ. എനിക്ക് 6 നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 5 വർഷമായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു യൂറോപ്പിൽ ഇറ്റലിയിൽ ഒരു നഴ്സായിട്ട് ജോലിക്ക് കയറുക എന്നുള്ളത്. ഞാൻ ഇസ്രായേലിൽ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇറ്റലിയിലേക്ക് നഴ്സിൻ്റെ ഒരു പൊസിഷനിലേക്ക് നഴ്സുമാരെ എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി നമുക്ക് കൊടുത്താൽ നല്ലതായിരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ സെറ്റാവാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇതായെങ്കിലും ആ സമയത്തായിരുന്നു UK-യുടെയും അയർലൻഡിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ. ഞാൻ ഇസ്രായേലിലായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് അവർ പറഞ്ഞു, അങ്ങോട്ട് UK നോക്ക്, നമുക്ക് അവിടെ സെറ്റിൽഡാകാം, ഫാമിലിയായിട്ട് സെറ്റാകാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കെയറായിട്ട് പോവുക. ഇനി ഇവിടെ ഞാൻ ഓൾറെഡി കെയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഇനിയും ഒരു കെയറായിട്ട് ഒരുപാട് പൈസ മുടക്കി പോകണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ നേഴ്സിംഗ് പഠിച്ച കാലം തൊട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് ഇറ്റലി എന്ന രാജ്യത്ത് ഒരു നേഴ്സായിട്ട് ജോലിക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഒരു കെയറായിട്ടാണേലും ജോലിക്ക് കയറിയാൽ മതി. റോം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. ഞാൻ 2 വർഷം കഴിഞ്ഞു, പേപ്പർ കൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എംപ്ലോയർ മരിച്ചു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറ്റലിയുടെ പേപ്പർ റെഡിയാകും എന്ന് വിചാരിച്ച് 1 വർഷം ആണെങ്കിലും ഫാമിലിയുടെ കൊടുത്ത് നിൽക്കാം, അത് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ പേഷ്യൻ്റ് 2 പേരും മരിച്ചു. ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും മരിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥലത്ത് ജെറുസലേമിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ പേഷ്യൻ്റ് മരിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ 3 വർഷം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ മൊത്തം എന്നോടെല്ലാവരും ചോദ്യം തുടങ്ങി, പോകാറായില്ലേ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് UK-ക്ക് നോക്കാൻ മേലായിരുന്നോ, അയർലൻഡിന് നോക്കാൻ മേലായിരുന്നോ, നല്ല അവസരമല്ലേ, ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒത്തിരി പേര്. പിന്നെ ഞാൻ അവസാനം ഇപ്പോൾ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് ഒരു ഫംഗ്ഷന് പോലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗങ്ങളിൽ ഒന്നായിരുന്നുള്ള എൻ്റെ ഒരു യൂറോപ്പിന് പോകാൻ ഒരു നേഴ്സായിട്ട് കിട്ടാനുള്ള ആഗ്രഹം ഞാൻ സമർപ്പിച്ചു. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉഴപ്പാൻ തുടങ്ങി. കാരണം നടക്കുന്നില്ലല്ലോ ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി സഹായങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യാനും മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് അവരെ സാമ്പത്തികപരമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം എനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ പാപങ്ങൾക്കാണേലും ഒരു വീടിന് വിഷമിക്കുന്നവർക്കാണേലും സഹായിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും ചെയ്തിട്ടും ദൈവമേ എന്നെ പരീക്ഷിക്കുവാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പടി എൻ്റെ 8ാമത്തെ പുതുക്കലാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം എന്നോട് ഒരു ബ്രദർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളായിട്ട് 7 പ്രാവശ്യം പുതുക്കി, നിങ്ങൾ ഇത് ഒരു സാക്ഷ്യം പോലും ഇവിടെ മാതാവിൻ്റെ ഇവിടെ വന്ന് സാക്ഷ്യം പോലും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിസയുടെ തടസ്സമൊന്ന് മാറിക്കിട്ടണം എന്നുള്ളതായിരുന്നു. അത് ഇതുവരെ നടക്കാത്തത് കൊണ്ട് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ കയറാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ 7ാമത്തെ പുതുക്കിന് വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ മാർച്ച് 2-ാം തീയതി ആയിരുന്നു ഞാൻ ലാസ്റ്റ് പുതുക്കിയത്. അന്നിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ പ്രാർത്ഥനകളും പള്ളിയിൽ പോകുന്നത്, കുമ്പസാരിക്കുന്നത്, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം അന്നെനിക്ക് എൻ്റെ സ്കോർ നോക്കിയപ്പം ബ്രദർ കണ്ടപ്പം ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് കുറവായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ ബൈബിൾ വായന എല്ലാം ഞാൻ പുറകോട്ട് കാരണം മടുത്തു. ദൈവം ഇത് കേൾക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാതാവ് എനിക്കൊരു തന്നില്ലല്ലോ, എൻ്റെ വേദന കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാനെല്ലാം കുറച്ച് പിന്നെ ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ബ്രദറിനെ കണ്ടു, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി, ഞാൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പോകാൻ തുടങ്ങി.
കുമ്പസാരിക്കും. എപ്പം അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരുന്നു അപ്പം ഞാൻ പോയി കുമ്പസാരിക്കും. പിന്നെ എനിക്ക് കുമ്പസാരിക്കണം എന്നൊരു ആഗ്രഹം വന്നൊരു അച്ഛനെ കണ്ട് ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയിരുന്നു. അച്ഛൻ കുമ്പസാരിക്കാനിരുന്നു. ഞാൻ പോയി കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ഈ വിസയുടെ ഇതിന് വേണ്ടി കൊടുത്ത് 5 വർഷമായിട്ടും കൊടുത്തിട്ടും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പിന്നെ ഇത് വെയിറ്റ് ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഇത് തിരിച്ച് മേടിച്ചിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ തിരിച്ച് മേടിച്ചു. അങ്ങനെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും? എല്ലാ രാജ്യവും ക്ലോസ് ചെയ്തു, യൂറോപ്പ് എല്ലാം ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യത്തേക്കും ആൾക്കാരെടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്നേരം എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഉടമ്പടി ഞങ്ങളൊരു ബസ്സിനാണ് വന്നത്. അപ്പോൾ അത് തിരിച്ച് പോകുന്നതിൻ്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് പിന്നെ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിവിടെ വന്നു. അച്ഛനെ ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഈ വിസ തടസ്സത്തിന് പേരിൽ ഒന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുന്നിൽ എൻ്റെ ഈ പാസ്പോർട്ട് ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് ടോക്കൺ എടുത്തു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ 5 വർഷമായിട്ടുള്ള വിസ തടസ്സമാണെന്ന് ടോക്കണിൽ എഴുതി. ഞാൻ ഈ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ഫ്രണ്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാനിവിടെ നിന്ന് എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ അവരുടെ നിന്ന് തിരിച്ച് മേടിച്ചിട്ട് ഞാൻ ഇനിയൊരു വഴി എനിക്ക് തുറന്നു തരണം, എനിക്കിനി വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. ഞാനൊരു ജോലി കളഞ്ഞ് നാട്ടിൽ വന്നു. ഈ ജോലി പ്രതീക്ഷിച്ചാണ് ഞാൻ ഇസ്രായേലിലെ ജോലി കളഞ്ഞ് ഞാനിവിടെ വന്നത്. 3 വർഷമായി ജോലിയില്ല. ഹസ്ബൻഡാണേലും വീട്ടിൽ ചാച്ചന് പാടില്ലാതിരിക്കുന്ന 2 പിള്ളേരുണ്ട്. എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അപ്പം വീട്ടിൽ പേരൻസിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കടമയിലുണ്ട്. അപ്പം ഞാൻ പോയാലേ ഉള്ളൂ ബാക്കി എൻ്റെ കുടുംബത്തെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഒരു ഡോക്യുമെൻറ്റും എവിടെയോ ഒരു ഡോക്യുമെൻറ്റിൽ പ്രോസസ്സിങ് നടക്കാതിരുന്ന സമയത്ത് ഒരു ഇറ്റാലിയിൽ എഴുതിയ ഒരു ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂട്ടത്തിൽ സമർപ്പിക്കാനുണ്ടായിരുന്നു. ഒരു ഡോക്യുമെൻ്റ് എന്തെങ്കിലും കാണണം അച്ഛന്. അങ്ങനെ ഞാൻ എൻ്റെ ഇറ്റാലിയനിലുള്ള ഒരു ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സമർപ്പിച്ചു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പിന്നെ നാത്തൂനും ഉണ്ടായിരുന്നു. അപ്പം അച്ഛനെ കാണാൻ പറ്റി. എനിക്ക് സന്തോഷമായി. ടോക്കൺ കിട്ടി. ഇപ്പം എന്താണ് എൻ്റെ വിശ്വാസം? മാതാവിൻ്റെ അടുത്ത് ഈ പാസ്പോർട്ടൊന്ന് കൊണ്ടുവച്ച് ഈശോയുടെ അടുത്തും കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് സമയത്ത് ടോക്കൺ കിട്ടാൻ വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. എത്രയും തേളം മാതാവ് ചൊല്ലി, ഈശോയെ എന്നെ സഹായിക്കണേ എന്ന് ഞാനോട് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പുറകിൽ നിന്നവർക്കൊന്നും കിട്ടുന്നില്ല, ടോക്കൺ കിട്ടുന്നില്ല. ഒരുപാട് പേര് പൈസ കൊടുത്തിട്ട് അവർക്ക് വിസ വരാതെ അവർ വിഷമിക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാനും ഭയപ്പെട്ടു. ദൈവമേ, എനിക്കിത് ഇവിടെ കൊടുത്ത് അച്ഛനെ കാണാൻ യോഗ്യതയുണ്ടോ? മാതാവിൻ്റെ മുന്നിൽ എൻ്റെ പാസ്പോർട്ട് വയ്ക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് നിന്ന് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ അവിടെ കൊഞ്ച് ചെന്നകത്ത് കയറിയപ്പം എൻ്റെ അവസ്ഥ പറഞ്ഞപ്പം എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ അച്ഛനെ കണ്ടു. ഇവിടെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പാസ്പോർട്ടും ഡോക്യുമെൻറ്റും അവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശ് രൂപ തന്നു വിട്ടു. അച്ഛൻ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ തോളിൽ തട്ടി ഞാൻ അന്നേരം ഇവിടെ നിന്ന് കരയുമായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അതായിരുന്നു. എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആൾക്കാരുടെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല, എല്ലാവരും പോയി രക്ഷപ്പെട്ടു, ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള കേട്ട് പള്ളിയിൽ പോലും പോകാൻ മേലാത്തൊരവസ്ഥയായി. ചിലപ്പോൾ 2ാമത്തെ കുർബാനയ്ക്ക് പോകാൻ കാണിക്കാതെ പുറത്ത് ചാടിപ്പോരും. അങ്ങനെ ഒരവസ്ഥയിൽ വന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ബസ്സിനാണ് വന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറാൻ പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ 5 വർഷം തടസ്സമായിട്ടിരുന്ന ഈ വിസയുടെ പ്രോസസ്സിങ്ങിന് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ കൂടെ ഇറ്റാലിയൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ്റെ ആൻറ്റി, അവിടെ 10-15 വർഷമായിട്ട് ഷീമ എന്നാണ് ആൻറ്റിയുടെ പേര്. ആ ആൻറ്റി എന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ ആ കൊച്ചു പറഞ്ഞിട്ടാണ് ഇതുപോലെ അവസ്ഥയിൽപ്പെട്ട് നിൽക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റി എന്നെ ആ നിമിഷം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു 12 കാലമായപ്പം എന്നെ ഇവിടുന്ന് വിളിച്ചു. ഒരു മാർച്ച് 23-ാം തീയതി ആയിരുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ടിട്ട് തിരിച്ചു പോയത്. 23-ാം തീയതി ആൻറ്റി എന്നെ വിളിച്ചു, മോളെ വിഷമിക്കണ്ട, നിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലായിരുന്നു, നീ അത് ഒരു കാര്യം ചെയ്യുക, ആ ഡോക്യുമെൻറ്റുകൾ എൻ്റെ കയ്യിൽ എൻ്റെ ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡുണ്ട്. അവരിങ്ങനെ എംബസിയിലെ കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ്, നഴ്സിങ്ങിൻ്റെ എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ മോള് ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ അയച്ചതാ,
നമുക്കത് ശരിയാക്കാമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മാതാവായിട്ട് ഇത്രയും 5 വർഷം തടസ്സമായിട്ടിരുന്ന പ്രശ്നം അച്ഛനെ കണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിറങ്ങി ബസ് കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നെങ്കിൽ മാതാവാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്തു. ഏപ്രിൽ 4-ാം തീയതി എൻ്റെ ഡോക്യുമെൻറ്റുകൾ ഞാൻ ഇറ്റലിക്ക് അയച്ചു കൊടുത്തു. എനിക്ക് ഈ ജൂലൈ 16-ാം തീയതി എൻ്റെ വിസ, യൂറോപ്പിലേക്കുള്ള വിസ, ഒരു നേഴ്സിൻ്റെ വിസയാണ് എനിക്ക് അടിച്ച് കിട്ടിയത്. അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നടത്തുവാണെങ്കിൽ ഈ വിസ, ഈ പാസ്പോർട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഞാൻ തുറന്ന് മാതാവിൻ്റെ മുന്നിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കി ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പോയത്. അങ്ങനെ ജൂലൈ 16-ാം തീയതി എനിക്ക് അത് ലൈഫ് ലോങ് വിസയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. വർഷത്തെ അവർ ഹോസ്പിറ്റലുകാർ തന്നെ പുതുക്കി തരും. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് നീ എനിക്ക് തന്നതാണെങ്കിൽ ഈശോ എനിക്ക് ഈ ഒരു തടസ്സവും കൂടാതെ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാൾ പോയി ഇറ്റാലിയൻ പഠിച്ചു. എൻ്റെ വിസ വന്നിട്ടും 16-ാം തീയതി വിസ വന്നിട്ടും ഞാൻ കുറച്ച് നാൾ ഇറ്റാലിയൻ പോയി പഠിച്ചു. അവിടെ നിന്ന് അവർക്ക് ഡയറക്റ്റ് ഞങ്ങളോട് ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പം ഒരു ഇൻ്റർവ്യൂ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടി അറ്റൻഡ് ചെയ്തു. ദൈവത്തിനൊക്കെ വേറോനിക്ക എന്നായിരുന്നു ആ ഇൻ്റർവ്യൂ ചെയ്ത എംപ്ലോയറിൻ്റെ പേര്. അവർ എന്ത് കൂളായിട്ടായിരുന്നു ഞങ്ങളോട് സംസാരിച്ചത്. തന്നെ എനിക്ക് എന്ത് ചോദ്യം ചോദിക്കും, എന്ത് റിപ്ലൈ പറയും എന്നറിയാം. വേറൊരു ലാംഗ്വേജാണ് ഇറ്റാലിയൻ. അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. എന്നാണേലും ദൈവത്തിൻ്റെ കൃപയാൽ അവർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് ടോക്ക് ചെയ്ത്. എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇൻട്രൊഡക്ഷൻ ചോദിച്ചു, അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ അവർ ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് മറുപടി പറയാൻ വാക്കുകളുടെ മീനിങ് അറിയാമെങ്കിലേ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ മാതാവിൻ്റെ ഉപ്പും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ അവിടെ പഠിച്ചിരുന്ന പുസ്തകത്തിൻ്റെ അവിടെയും മാതാവിൻ്റെ തൈലവും തൂത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെയും ഞാൻ തൂത്ത് കൊടുത്തു. അവളോട് ഞാൻ പറഞ്ഞു, എഴുതി മാതാവ് നമ്മൾ നോക്കിക്കോളും. മാതാവിൻ്റെ രൂപം ഞാൻ കാശ് രൂപവും കൈ പിടിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർക്ക് സന്തോഷമായവർ ഞങ്ങളെ വെൽക്കം ചെയ്തു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ലാംഗ്വേജ് അവിടെ വന്ന് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. അവർ ഞങ്ങളെ സെലക്ഷനാക്കി. അങ്ങനെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. കാരണം അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഈ പാസ്പോർട്ട് മാതാവിൻ്റെ മുന്നിൽ കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5 വർഷം തടസ്സമായിട്ടിരുന്ന ഈ വിസ കെട്ടി. അതിനകത്ത് ഞാൻ മാതാവിന് തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഡ്രൈവിങ് എനിക്ക് കിട്ടിയായിരുന്നു. ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടിയായിരുന്നു. ഒരു 2 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് വണ്ടി എടുക്കാൻ എന്തോ ഒരു പേടിയോ, ഓട്ടോമാറ്റിക് വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഗിയർ മാറേണ്ടതുകൊണ്ട് എനിക്കൊരു ഭയങ്കര കാലിനൊക്കെ വിറയല്ലോ, എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെയൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു ധൈര്യം തന്നെ, വണ്ടി എടുക്കാൻ ആപത്തുകളൊന്നും കൂടാതെ ഇത് ഓടിക്കാനും ഇതെനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടി, പക്ഷേ എനിക്കത് ഓടിക്കാനുള്ള ധൈര്യം തന്ന് മാതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഞാൻ ഓടിച്ചു പോകുന്ന. ആപത്തുകളൊന്നും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും ഈ കാശുരവും ഇതൊക്കെ ഞാൻ വണ്ടിയിൽ എപ്പോഴും വെക്കും. എന്നിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ധൈര്യമായിട്ട് വണ്ടി എടുക്കും. ഒരു കുഴപ്പവും ഇപ്പം എനിക്കില്ല. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പത്രം മേടിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം ഒരാളുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഇത് തട്ടിപ്പാണ്, അതാണ് ഇതാണ് ബിസിനസ്സാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ മനസ്സിനെ അപ്പടി വേദനിപ്പിക്കുമായിരുന്നു. അന്നേരം പിന്നെ എനിക്ക് മടിയായി തുടങ്ങി കൊടുക്കാനൊക്കെ. പിന്നെ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇത് സമർപ്പിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നടക്കും, മാതാവ് നടത്തി തരും എന്ന് പറഞ്ഞ് ഞാനിത് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത്, ഞാനിപ്പം ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ മാതാവ് ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ ഒരു 5 വീടുകൾ പണിത് കൊടുക്കാൻ, പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പള്ളി പണിത് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം എല്ലാവരെയും കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക. നമ്മൾ അത് ആർക്കാണെന്നോ എന്താണെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ, ഇറ്റലിയിൽ
നല്ലൊരു ജോലി തരുവാണെങ്കിൽ മാതാവേ, ഞാൻ ഈ വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ വിഷമിക്കുന്നവർക്ക് കുറച്ച് പൈസ ഞാൻ സഹായമായിട്ട് പള്ളിക്ക് വേണ്ടി കൊടുത്തോളാവേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ഇതിനൊരു മാറ്റവും കാണുന്നില്ല, ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ലാതെ വന്നപ്പോഴത്തേനും ഞാൻ മനസ്സിൽ വിചാരിച്ചു, അന്നേരം എനിക്ക് സാമ്പത്തികപരമായിട്ട് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ പള്ളിക്ക് വേണ്ടി ഒരു വീട് നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ വിഹിതമായിട്ട് ഒരു സിമെൻറ്റ് ചാക്ക് അവർക്ക് മേടിച്ച് അവരുടെ വീടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അത് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനന്ന് 10,000 രൂപ പള്ളിക്ക് വേണ്ടി കൊടുത്തു. മറ്റേ ഒരു വീട് പണി അന്നേർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെയാണ് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളും എനിക്ക് ഓഫർ ലെറ്റർ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് കിട്ടിക്കഴിഞ്ഞ് ഏത് കാലത്ത് കിട്ടാൻ, അന്നേരം വീടുകൾ പണികളൊക്കെ കഴിയും. അതുവരെ എനിക്ക് ചിലപ്പോൾ മാതാവ് എന്നെ അറിയാനോ അല്ലെങ്കിൽ പരീക്ഷിക്കാനായിട്ടാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല, അതുപോലെ ഞാൻ വിചാരിക്കും ആവശ്യം ഉള്ള സമയത്ത് അത് അവർക്ക് കൊടുക്കുക, അപ്പോൾ ദൈവസന്നിധിയിൽ മഹത്വമുള്ളതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് പള്ളിയിൽ കൊണ്ട് കൊടുത്തു. അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വന്നു തുടങ്ങി. എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു കുർബാന അല്ല, ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ മരണത്തിൻ്റെ എന്തെങ്കിലും ഓർമ്മ ദിവസങ്ങൾ വരുമ്പം ഞങ്ങളുടെ അടുത്തുള്ള ഓർഫണേജുകളിലോ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ എവിടെയെങ്കിലും ആയിരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കും. വീട്ടിൽ നമ്മൾ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുന്നതിന് പകരം അങ്ങനെയുള്ള അനാഥരുടെ അടുത്തും പാവങ്ങളുടെ അടുത്തുമൊക്കെ പോയി നമ്മൾ അവരുമായിട്ട് ഒന്നിച്ചു കൂടി അവരുമായിട്ട് പ്രാർത്ഥിച്ച് സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബർത്ത്ഡേ ഇതൊക്കെ വരുമ്പോഴത്തേനും ഓരോ ഓർഫണേജുകളോ അനാഥരായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വചനങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം താമസം വന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങനെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലി ഞാൻ പറയാമല്ലോ, രക്ഷകനായ ഈശോനാഥ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യഭാവികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ എന്ന് ഞാൻ 31 പ്രാവശ്യം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ വിസ തടസ്സം മാറിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. ഞാൻ മൂക്കുന്നൂർ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. ഞങ്ങൾക്ക് പിള്ളേരൊന്നും ഉണ്ടായില്ലേ. ഞങ്ങളുടെ 2019 ഞങ്ങളുടെ കല്യാണം നടന്നത്. കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസം നാട്ടിലുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തായിരുന്നു ജോലി. അവിടെ നിന്ന് ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. അത് സ്റ്റക്കായി. പിന്നെ ഞാൻ ഇടയ്ക്ക് കൊറോണ കഴിഞ്ഞ് വീണ്ടും ലീവിന് വന്നു. ഈ ലീവിന് വന്ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ എന്നോട് അമ്മ പറയായിരുന്നു, മോനെ കല്യാണം കഴിഞ്ഞ മക്കളൊന്നും ഇല്ലല്ലോ, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്ക്, അവിടെ ഉടമ്പടി എടുക്ക്. അപ്പം ഞാനിവിടെ എനിക്ക് യാതൊരു ഇഷ്ടം ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊന്നും യാതൊരു താല്പര്യം ഉണ്ടായില്ല. ഇങ്ങനത്തെ കാര്യങ്ങളോട് പറയണത് കേൾക്കാനൊന്നും. ഞാനങ്ങനെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നു, തിരിച്ചു പോയി. 2ാമത്തെ പ്രാവശ്യം വന്നു, വീണ്ടും തിരിച്ചു പോയി. 3ാമത്തെ പ്രാവശ്യം വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിൽ നിന്നു. എനിക്ക് യാതൊരു രീതിയിലും ഒരു പിള്ളേരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള തർക്കങ്ങൾ എല്ലാമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കും. വെളുപ്പിന് എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. യൂട്യൂബിൽ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങൾ ഓർഫനേജുകളിലേക്ക് പോയിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കുറേ ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടിയും കുറേ ഡോക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്ന അതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾ ചെക്കപ്പിന് പോയിരുന്നു, കാരണം കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF വേണമെന്നാണ് പറഞ്ഞത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും IVFനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. IVF ചെയ്യുന്നത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു IVF ചെയ്താൽ നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, നിങ്ങൾ കൗണ്ട് കുറവാണ്, ആ ഒരു പ്രശ്നങ്ങളാണ്, ഇവർക്ക് പീരീഡ്സ് നോർമലല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃപാസന മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുന്നതും. അതിൻ്റെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാ നൊവേനയും പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവഹിതം എന്ന പോലെ 2024 ഞങ്ങൾക്ക് ഒരു ഇവള് പ്രഗ്നൻ്റാണെന്ന് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്, മാതാവേ യാതൊരു ആപത്തും വരാതെ ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷി എഴുതിയിട്ടു. കുഞ്ഞിനെ കൊന്ന് സാക്ഷി വന്ന് പറയാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി.
ജൂണിൽ തിരിച്ചു പോയി. ഞാൻ ജനുവരി 16 ഇവള് ഡെലിവറിയായി. ഇവൾക്ക് ഒരു പെൺകുഞ്ഞ് സുഖപ്രസവമായിരുന്നു. യാതൊരു അബദ്ധവും കാത്തു പരിപാലിച്ചതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അനിയൻ്റെ വൈഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനിയൻ്റെ വൈഫിനും കുഞ്ഞിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു അബദ്ധം വരാതെ, അവൾക്കും സിസേറിയനായിരുന്നു, എന്നാൽ കുഞ്ഞിന് കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ എൻ്റെ അപ്പച്ചന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് അപ്പച്ചന് ഒരു വീണിട്ട് ആക്സിഡൻറ്റ്, ഒരു എല്ല് ഫ്രാക്ചറായി. അനിയൻ്റെ വൈഫ് ഡെലിവറി ആയിരുന്ന അതേ സമയത്താണ് എൻ്റെ അപ്പച്ചനും ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. രണ്ടുപേരും ഹോസ്പിറ്റലായിരുന്നു. ഞാനാണ് അപ്പച്ചൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. മാതാവിൻ്റെ തൈലും അപ്പച്ചൻ്റെ കാലും പറ്റി അപ്പച്ചനെ ഓപ്പറേഷൻ വിട്ടു. ഉടമ്പടി തൈലം എടുത്ത് പരട്ടി അപ്പച്ചൻ്റെയും നല്ലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കാല് നടക്കാനും കർത്താവ് നടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞേക്കെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പച്ചനും യാതൊരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും പള്ളി മുടങ്ങാതെ പോകുന്നു. അപ്പച്ചൻ സുഖമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രത്യേകം വേറൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വീട് പണി വേണമെന്ന്. അതും എൻ്റെ മാതാവ് സാധിച്ചു തന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം. കൃപാസന മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും വൈഫും കൂടി ഓർഫനേജുകളിൽ പോകും. ആകാശപ്രഭ എന്ന ഓർഫനേജിൽ അവിടെ പോയി അവരായിട്ട് കുറേ സമയം സംസാരിക്കും. അവിടെ ചിലവഴിക്കാറുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി കൃപാസന പത്രം എല്ലായിടത്തും കൊടുക്കും, പ്രാർത്ഥിക്കും. ബസ് സ്റ്റാൻഡുകളിൽ എന്നെ ഉടമ്പടി പത്രം ഞാൻ കൊണ്ടുവരുന്ന എല്ലായിടത്തും എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് വേറെ ഒരു പണിയില്ല, കൃപാസന പത്രത്തിലും കൊണ്ട് ഡെലിവറി നിനക്ക് നാണമില്ല എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പലരും മുമ്പിൽ നാണം കെട്ടുമായാലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഒരു വിശ്വാസം ഞാൻ മറ്റുള്ളവരെ അറിയിച്ച് ഉടമ്പടി കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിന് മറ്റുള്ളവർ കൃപാസനത്തിൽ പോകുന്നത് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ അന്നും മാതാവിനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി ഇന്ന് ഇവിടെ സാക്ഷി പറയാൻ വന്നു. ഒത്തിരി നന്ദി പറയുന്നു മാതാവിന്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 അത് കഴിഞ്ഞ് പല പ്രാവശ്യം ഉടമ്പടി മുടങ്ങിപ്പോയി. പിന്നെ 5ാം ഉടമ്പടി പുതുക്കലിലാണ് എനിക്ക് എൻ്റെ കാര്യം നടന്നത്. അത് ഓരോ ഉടമ്പടി പുതുക്കുന്തോറും എല്ലാ കാര്യം നടക്കാമെന്ന് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ട്, ഓരോ പൈശാചിക പീഡകളായിരുന്നു. പിന്നെ 5ാം ഉടമ്പടി കൊടുത്ത് ഞാൻ ഈ പ്രാവശ്യം കർശനമായി മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വേണം, എനിക്ക് നീ തരണം. അത് കാരണം മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി വൈഫിന് ഞാൻ മാതാവിൻ്റെ തേൻ കൊടുത്തായിരുന്നു. ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടി തൈലം അവളുടെ വയറിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് മാതാവിൻ്റെ തേൻ കൊടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാത്തിനും അമ്മമായി ഈശോയെ നന്ദി. മാത്യു, കുവൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മകനോടൊപ്പം ഇന്നിവിടെ നിൽക്കുന്നുവെങ്കിൽ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. കാരണം 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അതിൽ 5 ദിവസം ICUയിലും കിടന്ന് അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ ഉടമ്പടി തൈലവും കാശുരൂപവും ദിവസവും അവൻ്റെ നെറ്റിയിൽ തൈലവും ചെയ്തിട്ടാണ് അവന് ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജനുവരി 7. ജനുവരി 9 ഞാൻ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോന് ചെറിയൊരു രീതിയിൽ ചുമ തുടങ്ങി. സാധാരണ പോലെ ഡോക്ടറെ കാണിച്ചു. ചുമയല്ലേ, പോകും. അവർ തന്ന മെഡിസിൻ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു, ചുമ മാറുന്നില്ല. വീണ്ടും സെയിം ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കുന്നു. പുള്ളിക്കാർ പറയുന്നു കുഴപ്പമില്ല, ചുമയുടെ മരുന്ന് കൊടുത്താൽ മതി. വീണ്ടും മരുന്ന് കൊടുത്തു, എന്നിട്ടും മാറുന്നില്ല. 2-ാം തീയതി ആയപ്പോൾ മോന് ചെറിയ രീതിയിൽ പനി തുടങ്ങി. 3-ാം തീയതി ഒരു ദിവസമൊക്കെ പനിച്ചാൽ സാധാരണ പനിക്കുള്ള മരുന്ന് സിറപ്പ് അഡോള് കൊടുത്ത് പനി പോകും, നോക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. 4-ാം തീയതി ആയപ്പോൾ മോന് ഭയങ്കര പനി, ക്ഷീണം. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നത് ഒട്ടും വയ്യ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ്. 4-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ന്യൂമോണിയ കൂടിയിരിക്കുകയാണ്, ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേറൊരു ആശുപത്രിയിലേക്ക്, കാരണം ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനുള്ള സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചെറിയ ന്യൂമോണിയയല്ലേ, ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി. മാത്രവുമല്ല കുഞ്ഞിന് 10 വയസ്സായില്ലേ, കുഴപ്പമില്ല, പനിയുടെ മരുന്ന് 4 മണിക്കൂർ ഇടവിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും മോനുമായിട്ട് വീട്ടിൽ പോയി.
പിന്നീട് 5-ാം തീയതി ആയപ്പോൾ ആ 4-ാം തീയതി രാത്രി തൊട്ട് കുഞ്ഞിന് ഭയങ്കര പനി, അടോള് കൊടുത്തിട്ട് നിൽക്കുന്നില്ല, തുടച്ചു കൊടുക്കുന്നു, തല നനച്ചു കൊടുക്കുന്നു, കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല. 5-ാം തീയതി വൈകിട്ട് സെയിം ഹോസ്പിറ്റലിൽ ഞാൻ മോനെയും കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു 41 കുഞ്ഞിൻ്റെ പനി, ഞാൻ അടോള് കൊടുത്തു, ടെപ്പിഡ് സ്പഞ്ച് കൊടുക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ പനി മാറുന്നില്ല. അവർ വീണ്ടും എക്സ്റേ എടുത്ത് നോക്കി, ബ്ലഡ് വർക്കപ്പ് ചെയ്തു, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് അഡ്മിറ്റ് ആക്കാം. അങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കുകയാണ്. കുഞ്ഞിന് അവർ ആശുപത്രിയിൽ ആ 5-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ അവരുടെ കയ്യിലുള്ള ആൻറ്റിബയോട്ടിക് ഒന്നൊന്നായി 24 മണിക്കൂർ നമുക്ക് പരീക്ഷിക്കാം, ചില ആൻറ്റിബയോട്ടിക് 44 മണിക്കൂർ പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് മരുന്നിൻ്റെ ലിസ്റ്റുകൾ. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എല്ലാ മരുന്നിൻ്റെയും പേരുകൾ എനിക്ക് മനസ്സിലാവും. ഇഞ്ചക്ഷൻ ക്ലെൻഡാമൈസിൻ, ഇഞ്ചക്ഷൻ റോസഫിൻ, ഇഞ്ചക്ഷൻ വാൻഗോമൈസിൻ, ഇഞ്ചക്ഷൻ ടാസോസിൻ, ഇഞ്ചക്ഷൻ ടാർഗോസിറ്റ്, ടാബ് ലിനിസോളിഡ്, ഇത്രയും സാധനങ്ങൾ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടും ആ 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ എൻ്റെ കുഞ്ഞിന് പനിയിൽ ഒരു മാറ്റവുമില്ല. ഇത് മാത്രമല്ല, എല്ലാ 4 മണിക്കൂർ ഇടവിട്ട് ഹോസ്പിറ്റലിൽ അഡോള് കൊടുക്കുന്നു, ബ്രൂഫൻ കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ പെർഫൽഗാൻ കൊടുക്കുന്നു. മോന് പനിയിൽ ഒരു മാറ്റവുമില്ല. 12-ാം തീയതി ആയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഞാൻ ഒരച്ഛനെ അയക്കാം മോന് കുർബാന കൊടുക്കാൻ വേണ്ടി. കാരണം മോൻ ഹോളി കമ്മ്യൂണിയൻ ഞങ്ങൾ വന്നിട്ട് ഡിസംബർ 31-ാം തീയതി സ്വീകരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അച്ഛൻ വന്ന ദൈവഭാഗ്യമെന്ന് പറയട്ടെ, ദൈവാനുഗ്രഹമാണോ എനിക്കറിയില്ല, ആ വന്ന അച്ഛനെ എനിക്ക് അറിയില്ല. പക്ഷേ അച്ഛൻ്റെ പേര് നമ്മുടെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ എന്ന് തന്നെയായിരുന്നു അച്ഛൻ്റെ പേര്. അച്ഛൻ വന്നു, കുമ്പസാരിപ്പിച്ചു, കുർബാന കൊടുത്തു. അന്ന് രാവിലെ, അന്ന് വെളുപ്പിനെ കുർബാന കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചിന് ഡീസാച്ചുറേഷനായി, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അവർ മാസ്ക് ഫിറ്റ് ചെയ്യുന്നു. ആദ്യം നോർമൽ ഓക്സിജൻ മാസ്ക്, അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലോ, പിന്നെ കുറേ ബ്ലഡുകൾ എടുക്കുന്നു. CRP എന്ന് പറയുന്ന ബ്ലഡ് എടുക്കുന്നു. അത് നോർമൽ വേണ്ടത് 0.8, എൻ്റെ കുഞ്ഞിന് 12. ഡി ഡയമർ എന്ന് പറയുന്നത് 2230, നോർമൽ വേണ്ടത് 230. അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നല്ലപോലെ ഇൻഫ്ലമേഷൻ. ഈ ഇത്രയും ദിവസം ആ ആശുപത്രിയിൽ ഞാൻ കടന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ പനിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുഞ്ഞിന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. കുർബാനയുടെ അനുഗ്രഹമെന്ന് ഞാൻ ഉറപ്പ് പറയും, ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹമാണ്. ICUയിൽ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് വിയർത്ത് പനി വിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് പനി വിടുമ്പോഴത്തേക്ക് വെട്ടി വിയർക്കുകയില്ലേ, അതുപോലെയാണ് എൻ്റെ കുഞ്ഞ് ICUയിൽ ചെല്ലുന്നത്. നോക്കുമ്പോൾ 35.5. അത്രയും ദിവസം പനിച്ചു കിടന്ന എൻ്റെ കുഞ്ഞ് പനി വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും അമ്മ മാതാവിൻ്റെ അനുഗ്രഹവുമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും ദിവസം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ, കോസ് എന്താണെന്ന്, അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന്. അന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു മൈക്കോപ്ലാസ്മ ന്യൂമോണിയാണ് കുഞ്ഞിനെന്ന്. അതോടൊപ്പം ICUയിൽ ചെന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് ലെങ്ങിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് 400 ml, ലെഫ്റ്റ് ലെങ്ങിൽ 100 ml. എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും രേഖകളുണ്ട്. സാധാരണ ഇങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റിൽ ട്യൂബ് ഇടണം, എങ്കിൽ മാത്രമേ ഈ ഫ്ലൂയിഡ് നമുക്ക് എടുത്തു കളയാൻ പറ്റൂ. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എല്ലാവർക്കും ഉടമ്പടി ചെയ്തിട്ട് നീ അത്ഭുതങ്ങൾ കാണിക്കുന്നു, ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ, 1 മാസം കംപ്ലീറ്റ് ആയില്ല. ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം കുഞ്ഞിൻ്റെ 2 ലെങ്സിലും പുരട്ടി കൊടുക്കും. ഉടമ്പടിയുടെ കാശ് രൂപം ആർക്കും കൈമാറരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെൻ്റെ സ്വന്തം മോനല്ലേ, ഞാൻ അവൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. എൻ്റെ അമ്മ മാതാവേ, എൻ്റെ ഈശോപ്പായെ കാത്തുകൊള്ളണമേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിൾ ഞാൻ മുടങ്ങാതെ വായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താണ് വായിക്കുന്നതെന്ന് ഒരു അമ്മയുടെ മനസ്സ് നമുക്കറിയാം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്തൊക്കെ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്കങ്ങ് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു വാക്യം എൻ്റെ മനസ്സിൽ തട്ടിയതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:31. ആ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ അവിടുന്ന് തൊട്ട് ആ
പ്ലൂറൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്നത് കുറഞ്ഞ് 5 ദിവസത്തെ ICU വാസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും ICUയിൽ നിന്ന് വാർഡിലേക്ക് മാറി. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും അമ്മ മാതാവ് ഉറപ്പായിട്ടും അത്ഭുതം പ്രവർത്തിച്ചെന്നാണ്. കാരണം ആർക്കും അറിയാം, ലങ്സിൽ 400 ml, ലെഫ്റ്റിൽ 100 ml ഉറപ്പായിട്ടും ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാലേ അത് പുറത്തോട്ട് മാറുള്ളൂ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു ട്യൂബ് പോലും സ്പർശിക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. പിന്നീടും 10 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് ആൻറ്റിബയോട്ടിക് എടുത്ത് അങ്ങനെ 22 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനുള്ളിൽ ഇന്ന് എൻ്റെ കുഞ്ഞ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന്. അതോടൊപ്പം CRP കുറഞ്ഞ് 0.3 ആയി വെറും 5 ദിവസത്തിനുള്ളിൽ. അത്രയും ദിവസം അവിടെ കിടന്നിട്ടും CRP കൂടുന്നതല്ലാതെ ഒന്നും കുറഞ്ഞോ വരുന്നില്ല. എല്ലാ റിപ്പോർട്ടും ഇതിലുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഹൈ അല്ലെങ്കിൽ ലോ. ഒരു റിപ്പോർട്ട് പോലും അവന് നോർമലായിട്ടില്ല. അമ്മ മാതാവിനും ദൈവകുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ വളരെയധികം നന്ദി പറയുകയാണ്. എൻ്റെ ഈ കുഞ്ഞിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അന്ന് വരെ എനിക്ക് പല കാര്യങ്ങളും ഏറ്റുപറയാൻ മടിയുണ്ടായിരുന്നു. ഇപ്പോൾ പലരും പറയും ഇത് തട്ടിപ്പാണ്. പക്ഷേ ഞാൻ ഉറച്ചു പറയുന്നു, ഇത് ഒട്ടും തട്ടിപ്പല്ല. നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി. ഞങ്ങൾ അന്ന് വരെയും പ്രാർത്ഥിക്കുകയും കുർബാന പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു അനുഭവത്തിന് ശേഷം, നമുക്ക് സ്വന്തമായിട്ട് വരുന്ന അനുഭവത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് അന്ന് തൊട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അത് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ 2 മക്കളും എഴുന്നേറ്റാൽ ഉടനെ ദൈവത്തിൻ്റെ മുൻപിൽ പോയി നന്ദി പറയുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആലപ്പുഴയിൽ ശാന്തിഭവനം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഉള്ളവർക്ക് ആഹാരത്തിനുള്ള പൈസ എത്തിച്ചു കൊടുക്കുക, ആഹാരം എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒരു നേഴ്സാണ്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ അഗതി മന്ദിരത്തിൽ പോയി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ജൂലൈ 25-ാം തീയതി ദൈവാനുഗ്രഹത്താൽ മോൻ്റെ 11ാം പിറന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചു. അന്ന് മോനെയും കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു. ഞാനിവിടെ 14/4/2024 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് സിജ. പാലുത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത്. മുഹമ്മയിലാണ് വീട്. ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ടും 2ാമത്തെ മോക്ക് വേണ്ടിയിട്ടാണ് ബാങ്കിലെ ലോണ് മോക്ക് ഫീസെടുക്കാൻ വേണ്ടിയിട്ട് ലോൺ അപേക്ഷിച്ചിരുന്നു. അത് ആദ്യം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും കൊണ്ടുപോയി മാതാവിൻ്റെ ആദ്യം ചെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കില്ലായിരുന്നു. 2ാമത് ഞാൻ വീണ്ടും ഈ കാശുരൂപവും ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അതും പ്രകാരം ഞാൻ അവിടെ ചെന്ന് ബാങ്കിൽ കയറി സാറിനോട് സംസാരിച്ചു. അപ്പോൾ കയ്യിരുന്ന ഉടമ്പടിയിലെ ഉപ്പ് അവിടെ വിതറുകയും കാശുരൂപം കൈ മുറുകെ പിടിച്ച് ഞാൻ ചോദിച്ചു, ഇന്ന പോലെയാണ് കൊച്ചിന് ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ലോൺ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ഇതിത്രയും പറഞ്ഞിട്ട് ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി താഴെ വന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് ആളെ വിട്ട് ഒന്നുകൂടെ കയറി ചെല്ലാൻ പറഞ്ഞു. അതും പ്രകാരം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് തിരിച്ചവിടെ കൊണ്ട് ചെന്ന് എഴുതിയപ്പോഴേക്ക് പ്രമാണത്തിലെ നിലം എന്നുള്ളതാണ് ഇവിടെ വീട് മതിൽ കെട്ടി ചുറ്റും മതിൽ കെട്ടി വലിയ വീടാണ് എങ്കിലും അത് നിലം ആയിട്ട് തന്നെയാണ് കടന്ന് പുരയിടാക്കി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ സാറ് അത് ലോൺ എടുത്തിരുന്ന ഇത് തന്നെയായിരുന്നു. പക്ഷേ ആദ്യത്തെ ലോണൊന്നും കിട്ടിയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ 2ാമത് വീണ്ടും പ്രശ്നങ്ങളായി. അപ്പോൾ അവർ പറഞ്ഞ ആ നിലം പുരയിടാക്കി കൊണ്ടുവരാതെ തരിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്ന് ഒരുപാട് സങ്കടപ്പെട്ട് ഇനി ആ ഫീസ് അടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക്
എന്നാ ഇവിടെ ഞാൻ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് കൊന്ത ചൊല്ലി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇതുപോലെ നമുക്ക് റവന്യൂ വകുപ്പിൽ ഒരാളുണ്ടല്ലോ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ആളെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്തിനായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, ലോൺ വെച്ചിട്ട് അവർ തരത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ അത് നിലം പുരയുടെ നിലം എന്നുള്ളത് പുരയുടെ ആക്കി കിട്ടണം എന്നാലേ തരുവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും ഇവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കൃഷി ഓഫീസിൽ ചെല്ലുക, അവിടെ ചെന്ന് സാറിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടെ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് വില്ലേജിൽ നിന്ന് അവിടെ നിന്നൊരു പേപ്പർ വാങ്ങിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ അന്നേരം തന്നെ ഓടി അവിടെ കൃഷി ഓഫീസർ ചെന്നപ്പം സാറ് പറഞ്ഞു നാളെ വരാം, ഇന്ന് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഈ കാശുരൂപം, എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിലുണ്ട്, ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുമായിട്ടാണ് ഞാൻ പോയത്. അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് അവിടുന്ന്. പക്ഷേ ഒരു മടിയും കൃഷി ഓഫീസർ പറഞ്ഞില്ല. സാറ് പിറ്റേന്ന് വന്നോളാമെന്ന് പറഞ്ഞെങ്കിലും ഞാനിവിടെ വന്ന് പുള്ളിക്കാരിയെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് വില്ലേജ് ഓഫീസർ എനിക്ക് പരിചയമുള്ളതാണ്, ഞാൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ ചെന്ന് കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് സ്ഥലമെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് തരുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ വീടാണല്ലോ പുരയുടെ കിടക്കുകയാണല്ലോ, പിന്നെന്താ തരാത്തത് എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അവർ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇത് തരാതിരിക്കാനുള്ളൊരു തടസ്സമാണോന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഈ ഓടുന്നെങ്കിലും സാറ് പറഞ്ഞ് അവർക്ക് ഇത് നോക്കിയിട്ടല്ല തന്നെ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പിന്നെ എന്താണെങ്കിലും വില്ലേജ് ഓഫീസറായിട്ട് ഞാൻ എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സാറ് പോയി. പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ ഉരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസിലേക്ക് സാറിനെ വിളിച്ച് എൻ്റെ ഈ കാര്യം സംസാരിച്ചിരുന്നു. കാരണം വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് വെച്ചിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ ഇടപെടലുകൊണ്ടായിരിക്കാം അവർ എന്നോട് പറഞ്ഞു ഇവിടെ 10-30 അപേക്ഷയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, ഇത്ര പെട്ടെന്ന് സാധിച്ചു തരാൻ പറ്റും തോന്നില്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസർ പറഞ്ഞു എന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് വിളിച്ചിരുന്നു, ഇന്ന പോലെയാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇന്ന പോലെയാണ്, എന്നോട് പറഞ്ഞിരുന്നു, അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും നോക്കട്ടെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് വേറൊരു സാറ് വന്നിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് സാറ് പെട്ടെന്ന് തന്നെ ആ പേപ്പറുകളെല്ലാം അതെന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്തതെന്ന് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഇവർ പെട്ടെന്ന് ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി പറഞ്ഞു നാളെ ഒരു 11 മണിയാകുമ്പോൾ വണ്ടി വിട്ടേരും, ഞങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തൊരു 10-10:45 തന്നെ വണ്ടി അവിടുന്ന് വിട്ട് അവിടെ ഓഫീസിൽ ചെന്ന് അവിടുന്ന് വില്ലേജ് ഓഫീസറും സാറും 2-3 പേരുണ്ട്, അവരന്ന് വീട്ടിൽ വന്ന് അവർ അളക്കണമല്ലോ, ഈ നിലം എന്നുള്ളത് അളക്കണമല്ലോ. അങ്ങനെ അളക്കാൻ വേണ്ടിയെല്ലാം വന്ന് അളന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പം തന്നെ കളക്ടർ ഓഫീസ് അവിടുന്ന് ഡെപ്യൂട്ടി കളക്ടർ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായി അവിടെ പോയാൽ പെട്ടെന്ന് സാധിച്ചു വന്നു. അപ്പം ഇവർ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിക്കുക ഇത് എവിടെ നിന്നൊക്കെയാണ് റെക്കമെൻഡ് വന്നതെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാൻ മേലായിരുന്നു, എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തെന്ന് അറിയില്ല. ഒരു മനുഷ്യൻ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനോ സഹായിക്കാനോ ആരും ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചു കിട്ടിയെന്ന് എന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് സാറിനോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇത്രയും ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാത്രം എന്താ ഇത്ര പെട്ടെന്ന് ഇത് ആരാ വിളിച്ച് അമ്മനെ പറയാം എനിക്കറിയില്ല, ഞാൻ ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്താണേലും സാറ് പെട്ടെന്ന് തന്നെ എല്ലാം അളന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വന്നേരെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഊണൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു എന്തൊരു അത്ഭുതമല്ല. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും പറഞ്ഞു ഇതാരാ, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അമ്മ ആരാണ് എന്താണെന്നൊന്നും പറയും. ഞാൻ റവന്യൂ വകുപ്പ് മാത്രമേ പുള്ളിക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനി അവർ മുഖാന്തരമാണോ മാതാവിൻ്റെ ഇടപെടലാണ്. സത്യം പറഞ്ഞാൽ ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മാറ്റിയിട്ടില്ല. അത്രയും പോലും ഞാനിത് പെട്ടെന്ന് ചെന്ന് വില്ലേജ് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടി. അവിടുന്ന് അതും കൊണ്ട് ഞാൻ അക്ഷയ ചെന്ന് അവിടുന്ന് എഴുതിയപ്പോഴത്തേക്ക് പറഞ്ഞ് സാധനം അവരുന്ന് തന്നെ പേപ്പർ പെട്ടെന്ന് തന്നെ അവർ 3-4 മണിക്ക് മുമ്പ് പേപ്പർ കിട്ടി. ആ പേപ്പറുമായിട്ട് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് വില്ലേജ് ഓഫീസർ ഒരു സൈൻ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ നോക്കിയപ്പം റവന്യൂ വകുപ്പിൽ നിന്ന് എനിക്ക് മൊത്തം അതായത് നിലം പുരയിടാക്കി മൊത്തം പേപ്പറും എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് കരമടച്ച് വരെയും കിട്ടിയിരിക്കുകയാണ്. അതൊരു ഭയങ്കര അത്ഭുതം. ഞാൻ ഈ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ അക്ഷയ പേപ്പറും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് അവിടെ മറ്റുള്ള ഓഫീസർമാരാണ് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവിടെ ചെപ്പോൾ ചോദിച്ചു സാറേ അത് നടന്നു. പിന്നെ ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയില്ല. അപ്പോൾ വില്ലേജ് ഓഫീസറെ പറയണത് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി, ഇതെങ്ങനെ സാധിച്ച് എന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനിങ്ങനെ
ഇങ്ങനെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും എൻ്റെ ഇടപെടലല്ല, മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഞാൻ അന്നേരം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഇത് നടക്കാതെ, ബാങ്കിൽ ലോൺ നടക്കാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ വിഷമിച്ച് ഇനി എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പാതി വഴിയായി പോകുമല്ലോ, അങ്ങനെയെല്ലാം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഒന്നുകൂടി ചെല്ലെന്ന് പറഞ്ഞു. ആ പ്രകാരമാണ് ഞാൻ ചെന്നത്. ഈ കാശ് രൂപം കൊണ്ട് മാത്രം ഞാൻ അവരെ കാണിച്ചിട്ട് അമ്മ ഈ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ചെന്നത്. മാതാവിൻ്റെ ഭയങ്കര, അപ്പോൾ അവർ ചോദിച്ചു ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് 3ാമത്തെ അനുഭവമാണ് ഈ കിട്ടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേന്ന് തന്നെ എനിക്ക് പൈസ റെഡിയായി, ഞാൻ കൊടുത്തു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അടുത്തത് എന്ന് പറയുന്നത്, എനിക്ക് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് കാർഡ് പലിശ കടം കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാരണം 50,000 രൂപ എടുത്തിട്ട് പോലും എനിക്ക് അടച്ചു, കാരണം മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇടയ്ക്ക് അടക്കാൻ പറ്റാണ്ട് വന്നു പോയി. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ്, എങ്കിലും വർക്കൊക്കെ തീരെ കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ ഇവിടെ വരുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ അനുവാദം തരും, പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനൊക്കെ അനുവാദം തരും. പക്ഷേ പുള്ളിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. എന്തോ ഒരു അത്ഭുതമായിട്ട് അന്ന് ഒരു ദിവസം ചൊവ്വാഴ്ച ഇതുപോലെ എനിക്ക് തീരെ മേലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ദിവസവും നീ എല്ലാ ചൊവ്വാഴ്ചയും പോകണമല്ലേ, നീ ഇന്ന് പോകണില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് വരാം. സാരമില്ല ഞാൻ വരാമെന്നും പറഞ്ഞു. എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി. എന്നെയും കൂടെ കൂട്ടി വണ്ടിയിലാണ് ഞങ്ങളിവിടെ വന്നത്. അന്ന് മുതൽ സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെയും ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ വീടും. അതുപോലെ വർക്കില്ലാതിരുന്നിട്ടും ഇപ്പം നല്ല രീതിയിൽ വർക്കും ഉണ്ട്. അല്ല സാമ്പത്തിക, ഞാൻ കടബാധ്യത പറഞ്ഞല്ലോ, ആ കടബാധ്യത ഇന്നലെയാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എല്ലാ കടബാധ്യതയും, പലിശക്കാരുടെ എല്ലാ കടങ്ങളും എനിക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്നൊരു സാമ്പത്തികം ഞങ്ങളെ ഒരാൾ സഹായിക്കുകയും പലിശക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് വലിയൊരു മോചനം നേടുകയും ചെയ്തു. അതിൽ ഞാനും എൻ്റെ കുടുംബം ഒരുപാട് ദൈവത്തോട് നന്ദി സമർപ്പിക്കുകയാണ്. ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകൂടി നന്ദി സമർപ്പിക്കുകയാണ്. അതിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ പത്രം വിടുന്നെടുത്ത് വിതരണം ചെയ്യാം. ആദ്യത്തെ 1, 2, 3 ഉടമ്പടി വരെയും ഞാൻ പത്രം അത്ര അധികമായിട്ട് കൊടുക്കുന്നില്ലായിരുന്നു. 4ാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ എല്ലാവർക്കും വണ്ടിയിൽ പോയി ദൂര സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ഭക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഈ ചൊവ്വാഴ്ച ഉപവാസം എടുക്കുന്ന ആ ഒരു എൻ്റെ സാമ്പത്തികം ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇത്രയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ദിവസവും കുർബാന മുടങ്ങാതെ ദിവസവും പള്ളി പോകും. ഞാനും ഹസ്ബൻഡും മോനുമാണ് ഇപ്പം വീട്ടിലുള്ളത്. ഞങ്ങൾ ദിവസം മുടങ്ങാതെ പള്ളി പോകാറുണ്ട്. അതുപോലെ പ്രാർത്ഥനയിലാണ് ഇതുവരെയും ജപമാല മുടക്കിയിട്ടില്ല സന്ധ്യാപ്രാർത്ഥനയിൽ. അതുപോലെ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, എഴുതാറുണ്ട്, ബൈബിൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മകൻ തന്നെ ചോദിക്കും, മമ്മി ഇത് ഇപ്പം കൂടുതൽ ഇതിലോട്ടാകുവാണോ മമ്മി, ഇതെന്താ ഈ കാണിക്കണത്, മൊത്തത്തിൽ ഞങ്ങളാരും ശ്രദ്ധിക്കണില്ലല്ലോ, ഇപ്പം ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണല്ലോ. സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് മുമ്പ് മൊബൈൽ വെച്ച് മൊത്തത്തിൽ യൂട്യൂബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം എനിക്ക് വന്ന് ബൈബിൾ വായനയും പ്രാർത്ഥനയും. പേര് സിജോ, ഞാൻ കൊല്ലം വയനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2023 ഡിസംബർ 7-ാം തീയതി ഇവിടെ വരെയും ഇവിടെ വന്ന് ഈ എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരികെ പോവുകയാണ് ചെയ്തത്. ഞാൻ അന്ന് ഉടമ്പടി എടുക്കാനൊന്നുമല്ല ഞാൻ വന്നത്. ഞാൻ സിംഗപ്പൂരിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ ഇവിടെ വരണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു സിംഗപ്പൂരിൽ നിന്നപ്പോൾ എല്ലാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരികെ പോയി. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ കാരണം ഞാൻ ഒരു വീടൊക്കെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് വൈഫിന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് വെക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് പിന്നെ ഞങ്ങളുടെ സ്വർണ്ണമെല്ലാം കുറേ പണവും വെച്ച് ഞങ്ങൾ ഒരു വീടൊക്കെ വെച്ച് അങ്ങനെ കടബാധയായപ്പോഴാണ് സിംഗപ്പൂരിൽ പോയത്. അവിടെ പോയി ശമ്പളമൊന്നുമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ അവിടെ അഗ്രികൾച്ചറിൻ്റെ വിസ തുടങ്ങുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെ അതിന് പോകാനായിട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ വരികയും ഡിസംബറിൽ ഞാൻ ബോംബെ പോയി അവിടെ പോയി ഒരുപാട് പൈസ ചിലവായി, പേപ്പർ വർക്കെല്ലാം ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത് ഫെബ്രുവരി ആയപ്പോൾ അവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും അത് നടക്കാതെ പോവുകയും ചെയ്ത് പിന്നെയും 2024 ആഗസ്റ്റിൽ പിന്നെയും അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വിസ സർട്ടിഫിക്കറ്റ് ആരംഭിച്ചു. അതിൽ കൊടുത്ത് അതിനകത്ത് ഒരുപാട് പൈസ ചിലവായി. ഗൾഫ് PCC, നാട്ടിലെ PCC, മെഡിക്കൽ, അങ്ങനെ ഒരുപാട് പൈസ ചിലവായി. അങ്ങനെ സെപ്റ്റംബർ മാസം വരെ ഞങ്ങളതിന് വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബറായി, നവംബറായി. അപ്പോൾ അവിടെ വന്നിട്ട് അവർ പറഞ്ഞു ഇത് നടക്കത്തില്ല, നമുക്ക് ഇതിവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെയും ഞാൻ 2025 മാർച്ച് ആയപ്പോൾ ആലുവയിൽ വെച്ച് പിന്നെയും ഒരു ടെസ്റ്റ് നടക്കുന്നതായിട്ട് അറിഞ്ഞു. അവിടെ പോയി പിന്നെയും ഞാൻ ടെസ്റ്റ് അടിച്ചു. അപ്പോൾ ഏപ്രിൽ അവസാനമായപ്പോൾ അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും വന്ന് മെഡിക്കൽ എടുക്കണം, എല്ലാം പേപ്പർ വർക്കെല്ലാം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അതിനും പോയി പേപ്പർ വർക്കെല്ലാം ചെയ്ത് ജൂണായപ്പോൾ എല്ലാവർക്കും
ഈ 30 പേർക്കുള്ള വിസ അപ്രൂവ് ആയിട്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 5 പേരുടേത് റിജക്ഷൻ ആയെന്ന് പിന്നെയും പറഞ്ഞു. അപ്പോൾ അവർ റിജക്ഷൻ്റെ ലിസ്റ്റ് പിറ്റേ ദിവസം ഇടുമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. കാര്യം എനിക്കറിയാമായിരുന്നു ഉറപ്പായിട്ടും അതിനകത്ത് എൻ്റെത് കാണുന്നു. കാര്യം ഓൾറെഡി എൻ്റെത് ഇങ്ങനെ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം അതുപോലെ തന്നെ സംഭവിച്ചു. 5 പേരുടെ ലിസ്റ്റ് വന്നതിനകത്ത് എൻ്റെതുണ്ട്. അതിനകത്ത് എൻ്റെത് മാത്രം ഒരു ചോദ്യചിഹ്നമായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഇസ്രായേലിൽ വേറെ കമ്പനിയിൽ പോയിട്ടുണ്ടോ എന്ന്. ബാക്കി 4 പേരുടേത് അവർക്ക് 45 വയസ്സ് കഴിഞ്ഞ് പോയതുകൊണ്ടാണ് റിജക്ഷൻ ആയത്. എനിക്ക് 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെത് റിജക്ഷൻ ആയത് അവർ പറയുന്നത് ഞാൻ ഇസ്രായേലിൽ വേറൊരു കമ്പനിയെ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമേ 2024 ആഗസ്റ്റിൽ കൊടുത്തത് ഓൾറെഡി അവിടെ കൊടുത്ത ആൾക്കാർ അവിടെ കമ്പനിയിൽ സമർപ്പിക്കുകയും അവിടെ അപ്രൂവൽ കിട്ടുകയും അവർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും വിസ അവർ വേണ്ടെന്ന് വെച്ച് കളയുകയാണ് ചെയ്തത്. അത് ഓൾറെഡി അവിടെ അപ്രൂവലായി കിടക്കുന്നുണ്ട്. ചേട്ടൻ എൻ്റെത് അവിടെ പാടാണ്, ചേട്ടൻ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ ഇരുന്ന് എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് അപ്പീലിന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ 5 പേരുടെയും അവർ അപ്പീലിന് കൊടുത്തു. ഞങ്ങൾ അപ്പീലിന് പോയിട്ട് അത് ഒന്നും ആവാതെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ സഹോദരി ഇവിടെ ഉടമ്പടിയിലിരുന്നായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ കൃപാസനത്തിൽ പോ, നീ ഉടമ്പടി ഇട്, നിനക്കെല്ലാം മാതാവ് നടത്തി തരുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ജൂലൈ 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആഗസ്റ്റ് 8-ാം തീയതി ഞങ്ങൾ 7-ാം തീയതി പോയി ഒരു ആഹാരമെല്ലാം മേടിച്ച് റോഡുകളിൽ ഇരിക്കുന്നവരെല്ലാവർക്കെല്ലാം കൊണ്ടു കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ആഗസ്റ്റ് 8-ാം തീയതി ആയപ്പോൾ രാവിലെ എനിക്ക് മെസ്സേജ് വരുന്നു, ഫസ്റ്റ് അപ്രൂവലായിട്ടുണ്ട്, ചേട്ടൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ചേട്ടാ ഉടനെ തന്നെ പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു. അപ്രൂവൽ ആയല്ലോ എന്ന് വെച്ച് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അടുത്ത ചോദ്യചിഹ്നമായിട്ട് വരുന്നു. ചേട്ടൻ അവിടെ നിന്ന് ഏജൻസിയിൽ നിന്ന് തന്നെ വാട്സപ്പിൽ വിളിക്കുന്നു. കാര്യം അവർ വിചാരിച്ചു ഞാൻ പിന്നെ ഇസ്രായേലിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സിജോ നാട്ടിലുണ്ടോ അതോ ഇസ്രായേലിൽ പോയോ എന്ന്. ഞാൻ ചോദിച്ചത് എന്താണ് സാർ, എൻ്റെ പാസ്പോർട്ട് അവിടെ ഏജൻസി ഇരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിൽ പോകുന്നത്? അത് ഇസ്രായേലിൽ നിന്ന് പിന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്, സിജോ നാട്ടിലുണ്ടോ അതോ ഇസ്രായേലിൽ പോയേക്കുന്നു എന്ന്. അങ്ങനെ അവരെനിക്കത് ഇട്ട് തന്ന് ഞാനപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവ് ഈ വീട്ടിൽ ഇരിക്കുന്നു, ഞാനാണ് ഇസ്രായേലിൽ പോയത്, ഞാൻ എന്താ വേണമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഓണത്തിൻ്റെ തലേന്ന് ഞാനും വൈഫും കൂടെ പിന്നെയും പൊതിച്ചോറെല്ലാം വാങ്ങി ഞങ്ങളെല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്ത് ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു, ചേട്ടാ എല്ലാം റെഡി ആയിട്ടുണ്ട്, പോകാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഡെയിലി ബ്രീഡ് പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നു. ബൈബിൾ വായിച്ച് കണ്ടുമ്പോൾ മെസ്സേജ് വന്നു. ഞാനത് നോക്കിയില്ല. ബൈബിളെല്ലാം വായിച്ച് കഴിഞ്ഞ് ഞാൻ കർണയുടെ കൊന്ത പഠിക്കുക എല്ലാ ദിവസം രാവിലെ ഇരുന്ന്. കൊന്ത പഠിച്ചിട്ട് ഞാൻ രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ 6 പേർക്കുള്ള, അതായത് റിജക്ഷനായ ഞങ്ങളുടെ 5 പേരെയും എൻ്റെയും പിന്നെ വേറൊരാളുടെയും ഞങ്ങളുടെ 6 പേരുടെ വിസ പാസ്സായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൈസ റെഡിയാക്കി ടിക്കറ്റിനുള്ള പൈസ എല്ലാം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും വൈഫിൻ്റെ ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം കൂടെ കൊണ്ട് പണയം വെച്ച് ഞങ്ങൾ പൈസ കൊണ്ടടച്ച് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടിക്കറ്റ് ഞാൻ ഇന്ന് അവിടെ പോയി ട്രാവൽസിൽ പോയി മേടിച്ചുകൊണ്ട് വരികയാണ്. എൻ്റെ ടിക്കറ്റും വിസയാണിത്. അമ്മ മാതാവും തിരുക്കുമാറിനും എനിക്ക് നടത്തി തന്ന ഈ കാരുണ്യപ്രവൃത്തികൾ ഞാനിവിടെ സമർപ്പിച്ച എൻ്റെ നിയമങ്ങളെല്ലാം എനിക്ക് നടത്തി തന്നു. ഞാൻ ജൂലൈ 16-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് 2 മാസം സെപ്റ്റംബർ 16-ാം തീയതി ഞാൻ അവിടെ ഇറങ്ങും ഇസ്രായേലിൽ. ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസം തികയുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇസ്രായേലിൽ ഇറങ്ങും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ വന്ന് 2 മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ അക്രൈസ്തവരായ എല്ലാവർക്കും വീടുകളിലും പിന്നെ ദേവാലയങ്ങളിൽ വരുന്ന അക്രൈസ്തവർക്ക് എല്ലാവരും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടുകളിൽ വരുന്നവർക്കാണെങ്കിലും ഞങ്ങൾ പുറത്ത് വെച്ച് കാണുന്നവർക്കായിരിക്കും ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരും എല്ലാം ഞങ്ങൾ കാശായിട്ടാണെങ്കിലും ആഹാരത്തിൻ്റെ ആയാലും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് കൂട്ടുകാരന്മാരെല്ലാം എന്ന് പറയും, ഈശോ മിശിഹായെ സ്തുതിക്കട്ടെ. എന്നെ കളിയാക്കി കൊണ്ടാണ് പറയുന്നത്, ഈശോ മിശിഹായെ സ്തുതിക്കട്ടെ എന്ന് പറയും. കാര്യം ഇത്രത്തോളം ഞാൻ കിടന്ന് അഹങ്കരിച്ച് മദ്യപാനം ഡെയിലി ജോലി കഴിഞ്ഞ് വരും മദ്യപിക്കാൻ പോകും. ഇതായിരുന്നു എൻ്റെ ഹോബി. ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യയെടുത്തും മക്കളടുത്തും മോളുടെ അടുത്തും ഇരിക്കുന്നതിനെക്കാട്ടും കൂടുതലിരിക്കുന്നത് മദ്യപിക്കാൻ കൂട്ടുകാരുടെ അടുത്താണ്. ഇന്ന് ഈ 2 മാസമായി ഞാൻ അതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ അവിടെ പോയിരിക്കും, നിങ്ങളിപ്പോൾ പരിഹസിക്കുന്നത് നാളെ നിങ്ങളത് വിഷമത്തോടെ തന്നെ പറയും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് 6 മാസം മുമ്പ് വരെയും എല്ലാ ദിവസവും ഞാനും ഭാര്യയും ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ കൈവേദന കാലുവേദന, ഞങ്ങൾ എല്ലാ ദിവസവും കൈയും കാലും തടയി കൊടുക്കണം. അപ്പോൾ ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാൽസ്യത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷേ മരുന്ന് കൊടുക്കുന്ന ഒന്നും കുറവില്ല. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മോൾക്ക് കാലുവേദന വരും. ഞങ്ങൾ എല്ലാ ദിവസവും മോളുടെ കാല് തടയി കൊടുത്തുകൊണ്ടിരുന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി. ജൂലൈ 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 17-ാം തീയതി ഇവിടുത്തെ തൈലം എടുത്ത് മോളുടെ കാലിലും കയ്യിലും തേച്ച് ഇന്ന് 2 മാസം ആകാൻ പോകുന്നു. ഇതുവരെ എൻ്റെ മോൾക്ക് കാലിൽ കയ്യോ വേദന വന്നിട്ടില്ല. പിന്നെ അതുപോലെ എൻ്റെ പപ്പായ്ക്ക് നിനക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പപ്പായ്ക്ക് ഇപ്പം ഒരുപാട് കുറവുണ്ട്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ
പോകാൻ നിൽക്കുന്ന ഒരു ചേട്ടൻ ഞാൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സിജോ എൻ്റെ കാര്യം നടക്കത്തില്ലെന്ന് തോന്നുന്നു, 45 വയസ്സായിട്ട് റിജക്ഷനായി പോയതാണ്. അപ്പോൾ ചേട്ടനെടുത്ത് ചോദിച്ചു എന്ത് ഒരു ചേട്ടാ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, സിജോ എൻ്റെ ലാഭപ്പാട് 2 ലക്ഷം രൂപയേ ഉള്ളൂ, ഇനി 3 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കണമെന്ന് അറിയില്ല. സ്വന്തക്കാരടുത്തും ബന്ധുക്കാരടുത്തും എനിക്കറിയാവുന്ന എല്ലായിടത്തും ഞാൻ ചോദിച്ചു, ആരും തരുന്നില്ല. ഇസ്രായേലിലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും തരുന്നില്ല. കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് അവിടെ യുദ്ധങ്ങൾ നടക്കുകയല്ലേ, അവിടെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പൈസ ആര് തിരിച്ചു വരുമെന്നാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ നാളെ രാവിലെ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ചേട്ടൻ എൻ്റെ അടുത്ത് പറയും, സിജോ പൈസ റെഡി ആയിട്ടുണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എന്നെ കണക്കിന് റിജക്ഷനായി പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ്, അപ്പോൾ ഞാൻ പോകുന്നെങ്കിൽ ആ ചേട്ടൻ എൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞു. രാവിലെ ഡെയിലി ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ആ ചേട്ടൻ എന്നെ വിളിക്കുമ്പം ആ സന്തോഷ വാർത്ത എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും വൈഫും കടയിൽ നിന്നപ്പോൾ ചേട്ടൻ വിളിക്കുന്നു, സിജോ നിൻ്റെ നാക്ക് പൊന്നാണ്, എനിക്ക് ഒരാൾ 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും എനിക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ചേട്ടന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒരുപാട് സന്തോഷിച്ചോ, എൻ്റെ കുടുംബക്കാർ പോലും എൻ്റെ അടുത്ത് ഇതാണൊക്കെ സമാധാനത്തിൻ്റെ രീതിയിൽ സംസാരിച്ചില്ല, നീ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ നാക്കല്ല, അത് മാതാവ്, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതാട്ടാ ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ട്രാവൽസിൽ വന്നപ്പോഴും ആ ചേട്ടനും വൈഫും അവിടെ ഇരുന്ന് എല്ലാവരെയും കണ്ടിട്ടും ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈ തന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ മാതാവിനടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകണം, എനിക്ക് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ ഞാൻ ഈ ട്രാവൽസിൽ നിന്ന് നേരെ പോകേണ്ട കൃപാസനത്തിലാണ്, അവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോത്തോളം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി വന്നത്. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് തന്നി, ഞങ്ങൾക്ക് തന്നെ ഇത് ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി എനിക്ക് ഇസ്രായേലിൽ പോകാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ ഇവിടെ വന്ന് പോകണമെന്നായിരുന്നു അമ്മയുടെ നിയോഗം. ഞാൻ ഇവിടെ വന്നു 2ാമത്തെ മാസം 16-ാം തീയതി ഞാൻ ഇസ്രായേലിൽ ഇറങ്ങും. എൻ്റെ